ഹലോ കൂട്ടുകാരെ, ഇവർ വിവാഹിതരായ എന്ന സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് എന്താണെന്ന് നോക്കാം. അതിനു മുൻപ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക. അങ്ങനെ സൗഭാഗ്യപുരം വീട്ടിൽ ലക്ഷ്മി പൂജ നടന്നുകൊണ്ടിരിക്കുകയാണ്. പൂജയ്ക്ക് ആവശ്യമായ കാര്യങ്ങളെല്ലാം സഹായിക്കാൻ മുൻപന്തിയിലാണ് നമ്മുടെ ഭൂമി. അതിനുശേഷം ഭൂമി അച്ഛനെ കാണാത്ത കാരണം ടെൻഷനായിട്ട് വീടിൻ്റെ പുറത്തിറങ്ങി നോക്കുകയാണ്. അച്ഛൻ എന്താണ് വരാത്തത് എന്നൊക്കെ ആലോചിച്ച് ഭൂമി വീടിന് ചുറ്റും നടന്ന് നോക്കുന്നൊക്കെയുണ്ട്. ഇനി ഏതെങ്കിലും വഴിയിലൂടെ അച്ഛൻ അകത്തോട്ട് കയറിയോ എന്നൊന്നും അറിയില്ലല്ലോ. അങ്ങനെ ഭൂമി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്യുതൻ ഭൂമി കാണാതെ ആ വീട്ടിലോട്ട് കയറി ചെല്ലുന്നുണ്ട്. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ ഭൂമി അറിയുന്നില്ല. ഭൂമി അപ്പോഴും ഇങ്ങനെ അച്ഛനെ അന്വേഷിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അവൾക്കൊരു ടെൻഷനുണ്ട്. ഇനി അച്ഛന് അസുഖം ഡിറ്റക്റ്റ് ചെയ്ത കാരണം ഇനി വയ്യായിക വല്ലതും ഉണ്ടായോ എന്നൊക്കെയാണ് അവളുടെ ആലോചന. ഇതേ സമയം നമ്മുടെ അച്യുതൻ വീടിൻ്റെ അകത്തോട്ട് കയറിയിട്ട് ഇങ്ങനെ പമ്മി പരിങ്ങി നിൽക്കുന്നത് കണ്ട് സൗഭാഗ്യമ്മ ചോദിക്കും, ആരാണ്, മനസ്സിലായില്ലല്ലോ, നിങ്ങൾ ആരെ കാണാനാണ് വന്നിട്ടുള്ളതെന്ന്. അപ്പോൾ അച്യുതൻ പറയും, ഞാൻ ഭൂമിയുടെ അച്ഛനാണ്, മോള് പായസപാത്രം എടുക്കാൻ മറന്നിരുന്നു, അതും കൊണ്ടാണ് ഞാൻ വന്നത് എന്ന്. ഓ, ഭൂമിയുടെ അച്ഛനാണല്ലേ, അത് ശരി, നിങ്ങൾ നല്ലൊരു ഭാഗ്യവാനായ അച്ഛനാണ്. ഈ വീട്ടിലെ ഒരു കുട്ടിയെ പോലെയാണ് ഞാൻ ഭൂമിയെ കണക്കാക്കുന്നത്. അവൾക്ക് സാധാരണ ഒരു പെൺകുട്ടികൾക്ക് കാണുന്നതല്ല, സാധാരണ ഒരു പെൺകുട്ടികൾക്ക് കാണുന്ന അടക്കവും വിനയവും സ്നേഹവും ഒക്കെ ഉണ്ട്. വളരെ ഭാഗ്യവാനായ ഒരു അച്ഛനാണ് നിങ്ങൾ എന്ന് പറയുകയാണ്. അപ്പം അച്യുതൻ പറയും, കേട്ടതിൽ എനിക്ക് വളരെ സന്തോഷം, ഞാൻ ഈ പായസം കൊണ്ട് വന്നതാണ് എന്ന് പറയും. അപ്പോൾ മുത്തശ്ശി പറയും, അതായത് പായസമൊക്കെ ഞാൻ ജോലിക്കാരിയുടെ പായസം വന്ന് കളക്ട് ചെയ്യാൻ പറയും. അങ്ങനെ ആ ജോലിക്കാരി വന്ന് പായസമൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോകും. എന്നിട്ട് പറയും, അച്ഛനും മകളും ലക്ഷ്മി പൂജയിൽ മുഴുവനായി പങ്കെടുത്ത് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം മാത്രമേ തിരിച്ചു പോകാൻ പാടുകയുള്ളൂ എന്ന് പറയും. ഓ, അതൊക്കെ അങ്ങനെ തന്നെ ചെയ്യാം മാഡം എന്ന് പറഞ്ഞാൽ അച്യുതനും വളരെ സന്തോഷമാണ്. കാരണം ഒരു പൈസയുടെ ഒരു അഹങ്കാരമൊന്നും കാണിക്കാതെ അവർ വളരെ നന്നായിട്ടാണ് അവർ സൗഭാഗ്യമ്മ പെരുമാറുന്നത്. അങ്ങനെ അച്യുതനും ആ വീടിൻ്റെ ലക്ഷ്മി പൂജ നടക്കുന്ന ഹാളിൽ ഒരു കോർണറിലോട്ട് നീങ്ങി നിന്ന് അച്യുതനും ആ പൂജ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം നമ്മുടെ ഭവാനി കമാലിനെ വിളിച്ചിട്ട് പുറത്തിറങ്ങി കമാലിനെ വിളിക്കുന്നൊക്കെ ഉണ്ട്. കമാലിനെ കിട്ടാതെ ഭവാനി ഫോണായിട്ട് തിരിച്ച് ഹാളിലോട്ട് കയറി വരുന്നുണ്ട്. അപ്പോൾ ഈ ഭവാനിയും അച്യുതനും പരസ്പരം കണ്ടിട്ടില്ല. അങ്ങനെ ഭവാനി ഹാളിലോട്ട് കയറി വരുന്നത് കറക്റ്റായിട്ട് അച്യുതൻ കാണും. അപ്പോൾ അച്യുതന് മനസ്സിലാവും, ഓ, ഇതാണ് അപ്പോൾ ഭവാനി മേഡത്തിൻ്റെ വീട്. അങ്ങനെയാണ് വെച്ചെങ്കിൽ എന്നെ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാവുമല്ലോ, എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടണം എന്ന് ആലോചിച്ച് അച്യുതൻ അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള കുറുക്കുവഴികൾ ആലോചിക്കുകയാണ്. അങ്ങനെ അച്യുതൻ മെല്ലെ മെല്ലെ ശബ്ദമുണ്ടാക്കാതെ നീങ്ങി വാതിലിൻ്റെ അവിടേക്ക് ഇറങ്ങും. വാതിലിൻ്റെ അവിടെ നിന്ന് ഉമ്മറത്തേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ ഒരുവിധം ഭവാനിയുടെ കണ്ണിൽ പെടാതെ അച്യുതൻ രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. പക്ഷേ മുറ്റത്ത് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അച്യുതൻ ആലോചിക്കുകയാണ്, അപ്പോൾ യഥാർത്ഥത്തിൽ ഭവാനി മേഡത്തിൻ്റെ കുടുംബമാണ് ഇതെങ്കിൽ ഈ കുടുംബത്തിലുള്ളവരെല്ലാം ഭൂമിയുടെ കുടുംബക്കാരും ഭൂമിയുടെ വീട്ടുകാരുമായിരിക്കുമല്ലോ എന്നൊക്കെ അച്യുതൻ ആലോചിക്കുമ്പോൾ അച്യുതൻ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓരോന്ന് ആലോചിക്കും തോറും അച്യുതന് ടെൻഷനും ഭ്രാന്ത് പോലെ പിടിക്കുകയാണ്. കാരണം ഏതെങ്കിലും കാരണവശാൽ അച്യുതനെ പിടികൂടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് മാറി മറിഞ്ഞാൽ ഭൂമിയുടെ അച്യുതൻ്റെ കുറേ പേരുടെ ജീവിതം അതോടെ നശിക്കും. അങ്ങനെ അച്യുതൻ മെല്ലെ പുറത്തിറങ്ങി നിൽക്കുമ്പോഴായിരിക്കും ഭവാനി വീണ്ടും പുറത്തോട്ട് ഇറങ്ങി വരുന്നത്. അപ്പോൾ ഭവാനി കാണാതിരിക്കാൻ വേണ്ടി അച്യുതൻ ആ വീടിന് അടുത്തുള്ള ഒരു കുഞ്ഞ ഈ വാച്ച്മാനൊക്കെ ഇരിക്കുന്ന ഒരു കുഞ്ഞ് റൂമുണ്ട്, അങ്ങനത്തെ സ്റ്റോർ റൂം. ആ സ്റ്റോർ റൂമിൽ കയറിയിട്ട് അച്യുതൻ ഒളിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഇതേ സമയം ഭവാനി പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നുണ്ട്. പിന്നെ അച്യുതനെ കാണാതെ വീടിന് ചുറ്റും തിരഞ്ഞ് വീട്ടിൻ്റെ അകത്തോട്ട് കയറി വന്നിരിക്കുകയാണ് ഭൂമി ആകെ ടെൻഷനിലാണ് കയറി വരുന്നത്. കാരണം പൂജയ്ക്ക് നിവേദിക്കേണ്ട പായസം ഇതുവരെ എത്തിയിട്ടില്ല. ഇവർ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് മറുപടി പറയും എന്നുള്ളൊരു പേടിയിലാണ് ഭൂമി നിൽക്കുന്നത്. അപ്പം മുത്തശ്ശി ചോദിക്കും, എന്താ മോളെ, നീ എന്താ ഇങ്ങനെ പരിങ്ങി നിൽക്കുന്നത്? അതൊന്നുമില്ല മുത്തശ്ശി, അച്ഛൻ വരാമെന്ന് പറഞ്ഞിട്ട് അച്ഛനെ ഇതുവരെ കാണുന്നില്ല, അതുകൊണ്ട് ആ ഒരു ടെൻഷനിലാണ് ഞാൻ എന്ന് പറയുകയാണ്. അപ്പോൾ മുത്തശ്ശി പറയും, നീ ഒന്നും പേടിക്കേണ്ട, നിൻ്റെ അച്ഛൻ വരികയും ചെയ്തു, ഇതേ പായസം ഇവിടെ കിട്ടുകയും ചെയ്തു, ഒരു വിഷമിക്കേണ്ട എന്ന്. അപ്പം ഭൂമി ചോദിക്കും, അയ്യോ, അച്ഛൻ വന്നത് ഞാൻ കണ്ടില്ലല്ലോ. അതാ ഇപ്പം നന്നായത്, മോള് തിരഞ്ഞ് അച്ഛനും നടക്കുക, അച്ഛനെ തിരഞ്ഞ് മോളും നടക്കുക, ഈ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തിരഞ്ഞ് നടക്കുക, നിങ്ങളാരും അങ്ങോട്ട് കാണുന്നില്ല, ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും മോളെ എന്ന് പറഞ്ഞ് ഭൂമിയോട് പറയുകയാണ് മുത്തശ്ശി. എന്നാൽ ഞാനൊന്ന് നോക്കട്ടെ മുത്തശ്ശി എന്ന് പറഞ്ഞ് ഭൂമി ആ വീടിൻ്റെ ഉള്ളിലൊക്കെ തിരയുകയാണ്. അപ്പോൾ ഒരു റൂമിൻ്റെ വാതിൽ തുറന്ന് കിടക്കുന്നത് കാണാം. അപ്പോൾ ആ റൂമിൻ്റെ വാതിൽ തുറന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇനി അതിലോട്ടെങ്ങാനും കയറിയോ എന്നറിയാൻ വേണ്ടി
ഭൂമി ആ വാതിൽ തുറന്ന് ആ റൂമിൻ്റെ ഉള്ളിലോട്ട് കയറും. അപ്പോൾ ആ റൂമിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അതൊരു ബെഡ്റൂമാണ്. ആ ബെഡ്റൂമിൽ ഒരു വലിയ ഫോട്ടോ, ഒരു കുഞ്ഞിൻ്റെ വലിയ ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കുഞ്ഞും അതിനും കൂടിയുള്ളൊരു ഫോട്ടോയും ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടാതെ ഒത്തിരി ഒത്തിരി ചെറിയ ഫോട്ടോകളും ഒരുപാട് കളിപ്പാട്ടങ്ങളൊക്കെ ആ റൂമിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ആ കുഞ്ഞിൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ ഭൂമി ഇങ്ങനെ അത്ഭുതത്തോടു കൂടി നിൽക്കുകയാണ്. കാരണം നല്ലൊരു ഓമനത്വമുള്ള കുഞ്ഞ്, എന്തോ ഒരു പരിചയം പോലെ ഭൂമിക്ക് തോന്നുകയാണ്. അങ്ങനെ ഭൂമി ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്താണ് സത്യൻ ആ റൂമിലോട്ട് കയറി വരുന്നത്. അപ്പോൾ സത്യനെ കണ്ടപ്പോൾ ഭൂമി പറയും, സോറി സർ, ഞാൻ അറിയാണ്ട് കയറിപ്പോയത്, അച്ഛനെങ്ങാനും ഈ റൂമിലോട്ടെങ്ങാനും കയറി വന്നോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒന്ന് കയറി നോക്കിയതാണ്. അപ്പോൾ സത്യൻ പറയും, അയ്യോ മോളെന്തിനാ അതിന് സോറിയൊക്കെ പറയുന്നത്, എനിക്കും നീയും മോളെ പോലെ തന്നെയാണ്, അതിനൊരു കുഴപ്പവുമില്ല എന്ന്. അപ്പോൾ ഭൂമി ചോദിക്കും, സാർ ചോദിക്കുന്നതുകൊണ്ടൊന്നും വിചാരിക്കരുത്, ഏതാണ് ഈ കുഞ്ഞ് എന്ന്. അപ്പോൾ സത്യം പറയും, ഇതെൻ്റെ മോളാണ് എന്ന് പറയും. ഓ അതെയോ, നല്ല രസമുണ്ട് കാണാനെന്ന്. അപ്പം മറ്റേതാരാ? അതെൻ്റെ ഭാര്യയാണ്. ഓ അതെയല്ലേ, അവർ പൂജയ്ക്ക് വന്നിട്ടുണ്ടോ സാർ? അവരെ ഇതുവരെ കണ്ടില്ലല്ലോ എന്ന്. അപ്പോൾ സത്യൻ പറയും, കാണാനില്ല, അതുതന്നെയാണ് പ്രശ്നം. അവരെ 22 വർഷങ്ങൾക്ക് മുൻപ് കാണാതെ പോയതാണ്. കുറേ അന്വേഷിച്ചു, പോലീസുകാരെല്ലാവരും ആ കേസ് ക്ലോസ് ചെയ്തു. കുറേ ഇത്രയും കാലമായിട്ട് ഞാനും അവരെ അന്വേഷിച്ച് നടന്നുകൊണ്ടിരിക്കുക തന്നെയാണ്, ഒരു തുമ്പും കിട്ടിയില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ഭൂമിക്ക് ആകെ വിഷമമാവും. കാരണം ഇത്രയും നല്ലൊരു മനുഷ്യൻ്റെ കുഞ്ഞിനും ഭാര്യയും നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് വളരെ സങ്കടമുള്ളൊരു കാര്യമല്ലേ. അപ്പോൾ അവൾ പറയും, സാർ വിഷമിക്കേണ്ട, സാറിൻ്റെ ഭാര്യയും കുഞ്ഞിനൊക്കെ തീർച്ചയായും തിരിച്ചു കിട്ടുമെന്ന്. അത് ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഭൂമി ഞാനും നിൽക്കുന്നത് എന്ന് പറയുകയാണ്. അപ്പോൾ ഭൂമി ചോദിക്കും, ഒരു ആകാംക്ഷ കൊണ്ട് ചോദിക്കുകയാണ്, എന്താണ് മോളുടെ പേരെന്താണ്? അപ്പോൾ സത്യൻ പറയും, മോളുടെ പേര് അഭിരാമി എന്നാണ്. ഇപ്പോൾ അവളുണ്ടായിരുന്നെങ്കിൽ ഏകദേശം ഭൂമിയുടെ പ്രായമായേനെന്ന്. അപ്പോൾ ഭൂമി പറയും, അഭിരാമി. അപ്പോൾ ആ പേരിങ്ങനെ ഭൂമിയുടെ മനസ്സിലോട്ട് സ്ട്രൈക്ക് ചെയ്യാണ്. അഭിരാമി, അഭിരാമി അല്ലേ. മോളുടെ പേര് അഭിരാമി, ഭാര്യയുടെ പേര് സുമിത്ര എന്ന് പറയും. അപ്പോൾ അതും അതേപോലെ തന്നെ അഭിരാമി സുമിത്ര, ആ പേരിനോട് തന്നെ ഭൂമിക്ക് എന്തോ ഒരു ഫീൽ തോന്നും. അപ്പോൾ ഭൂമി ഇങ്ങനെ അതെയല്ലേ എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പുറത്തേക്ക് ഇറങ്ങി വന്ന ഭവാനിയും കമാലും കൂടി കാണുകയാണ്. അപ്പോൾ ഭവാനി ചോദിക്കും കമാലിൻ്റെ അടുത്ത്, എന്തായി നിൻ്റെ അന്വേഷണം, വല്ല പുരോഗമനമുണ്ടോ? മാഡം, ഞാൻ അച്യുതൻ്റെ കുറിച്ച് അന്വേഷിച്ചു. അച്യുതനെ ചിലരൊക്കെ തിരിച്ചറിഞ്ഞു. അയാൾ ഇവിടെ വന്ന് താമസിക്കാൻ തുടങ്ങിയിട്ട് 2-3 വർഷമാണ് ആയിട്ടുള്ളത്. പിന്നെ ഇവിടെ എവിടെയാണ് അയാൾ താമസിക്കുന്നത്. അയാളുടെ വീട് സ്ഥലം എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. പക്ഷേ അയാൾക്ക് ഭാര്യയും ഒരു മകളുമാണ് ഉള്ളത്. അപ്പോൾ ഭവാനി ചോദിക്കും, മകൾക്ക് ഏകദേശം എത്ര പ്രായമുണ്ട്? വലിയ കുട്ടിയാണെന്നാണ് അറിഞ്ഞത് എന്ന്. ഓക്കെ, അപ്പോൾ കമാൽ ഒരു കാര്യം ചെയ്യണം, ആ മകൾ ആരാണ്, യഥാർത്ഥത്തിൽ അച്യുതൻ്റെ മകൾ തന്നെയാണെന്ന് മനസ്സിലാക്കണം. അതല്ല അച്യുതൻ്റെ മകളല്ല, ഞാനന്ന് കൊല്ലാൻ കൊടുത്ത കുട്ടിയാണെങ്കിൽ അച്ഛനെയും മകളെയും കൊന്നേക്കണം. കാരണം എന്നോട് വിശ്വാസവഞ്ചന ചെയ്ത ഒരാളോട് പോലും എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ്. അപ്പോൾ കമാൽ പറയും, ശരി മാഡം, ഞാൻ അതുപോലെ ചെയ്യാമെന്ന് പറയും. ഇപ്പം ഇവർ രണ്ടുപേരും ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം മതിലിൻ്റെ അവിടെ നിന്ന്, ഗേറ്റിൻ്റെ അവിടെ നിന്ന് ഒളിച്ച് നിന്ന് നമ്മുടെ അച്യുതൻ കേൾക്കുന്നുണ്ട്. അപ്പോൾ അച്യുതനെ കേൾക്കുമ്പോൾ അച്യുതന് ഭയം തോന്നുകയാണ്. ഇവർ അപ്പോൾ കൊല്ലാൻ തന്നെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്, കൊല്ലാൻ തന്നെയാണ് ഇവരുടെ പ്ലാൻ എന്നൊക്കെ അച്യുതന് മനസ്സിലാവും. അപ്പോൾ അച്യുതൻ പറയും, ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് ആലോചിച്ച് അച്യുതൻ ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഭൂമിയെയും ഈ ഭൂമിയെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണമല്ലോ എന്നൊക്കെയാണ് അച്യുതൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അച്യുതൻ അത് കേട്ടിട്ട് മെല്ലെ അവിടെ നിന്ന് അതായത് ഒരു ചെറിയ സ്റ്റോർ റൂം ഉണ്ടെന്ന് പറഞ്ഞാൽ ആ സ്റ്റോർ റൂമിലോട്ട് മൂവ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഏണി ചാരി നിൽക്കുന്നുണ്ടാവും. അതൊരു അലുമിനിയത്തിൻ്റെ ഏണിയാണ്. ആ ഏണി അവിടെ നിന്ന് വീഴും. അച്യുതൻ്റെ കൈ തട്ടിയിട്ടാണ് അത് വീഴുന്നത്. അപ്പോൾ ആ ശബ്ദം കേട്ടിട്ട് കമാലും ഭവാനിയും ഓടി അങ്ങോട്ട് വരും. അപ്പോഴത്തേക്ക് അച്യുതൻ വേഗം സ്റ്റോർ റൂമിൽ പോയി ഒളിച്ചിരിക്കും. അപ്പോൾ നോക്കിയപ്പോൾ ആരും കാണുന്നില്ല. അപ്പോൾ കമാൽ പറയും, അത് മനുഷ്യരാവൊന്നുമില്ല, വല്ല കാറ്റ് തട്ടി വീണതായിരിക്കും. അങ്ങനെ ഭവാനി വന്നിട്ട് ആ സ്റ്റോർ റൂമിലൊക്കെ നോക്കും. ആ സ്റ്റോർ റൂമിൽ നോക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു അരിക്കിൽ നമ്മുടെ അച്യുതൻ ഒളിച്ചിരിക്കുന്നുണ്ട്. എന്തോ ഒരു ഭാഗ്യത്തിന് അച്യുതനെ ഭവാനി കാണുന്നില്ല. അങ്ങനെ ഭവാനിയുടെ കണ്ണിൽപ്പെടാതെ ഒരുവിധം അച്യുതൻ രക്ഷപ്പെട്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്. ഇത്രയുമാണ് ഏകദേശം ഇന്നത്തെ എപ്പിസോഡ്. അടുത്ത ആഴ്ചത്തേതിലെ പ്രൊമോയും ഡീറ്റെയിൽസൊക്കെ നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അത് കാണുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്